സംസ്ഥാനത്ത് കാലവർഷം ദുർബലമാകുകയാണ്. ഇന്നു മുതൽ ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. എല്ലാ ജില്ലകളിലും ഇടത്തരം മഴയ്ക്ക് മാത്രമാണ് സാധ്യത. ചിലയിടങ്ങളിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയും ഉണ്ട്. മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പിൻവലിച്ചു. സ്വന്തന സജു വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സ്വന്തന, ഗുഡ് മോർണിംഗ്. അപ്പോൾ മഴയുടെ ശക്തി കുറയുകയാണ്, എങ്കിലും ചില മുന്നറിയിപ്പുകളുണ്ട്. എങ്ങനെയാണത്? ഗുഡ് മോർണിംഗ് ഷിയാസ്. ഗുഡ് മോർണിംഗ് ശ്രുതി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ രാവിലെ മഴ കൂടുന്നു എന്നുള്ള വാർത്തയാണ് പങ്കുവച്ചിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ വടക്കൻ ജില്ലയിലെ ആളുകൾക്കടക്കം ആശ്വാസമുള്ള കാര്യം തന്നെയാണ് പറയാനുള്ളത്. ഇന്നു മുതൽ ഇപ്പോൾ കാലവർഷം ദുർബലമാകുന്നു എന്നുള്ള കാര്യമാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഒരു ജില്ലകളിലും നിലവിൽ ഇപ്പോൾ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. വരുന്ന 5 ദിവസത്തേക്കുള്ള മഴ മുന്നറിയിപ്പാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊന്നും തന്നെ നിലവിലെ അലർട്ടുകൾ പ്രകാരം മഴ മുന്നറിയിപ്പ് ഇല്ല എന്നുള്ളതാണ്. നേരിയ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്കുള്ള സാധ്യത മാത്രമാണ് എല്ലാ ജില്ലകളിലും ഉള്ളത്. അത് വൈകുന്നേരങ്ങളിൽ ചെറിയ ഇടിയോടും കാറ്റോടും ഒക്കെ കൂടിയ മഴയായിരിക്കും ഉണ്ടാകാനുള്ള സാധ്യത എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുമാത്രവുമല്ല, ഈ മഴയുമായിട്ടുള്ള അലർട്ടുകൾ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ പോലും കാറ്റിനുള്ള സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കാറ്റുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രത തുടരണം എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ കടലൊക്കെ പ്രക്ഷുബ്ധമായിരുന്നതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്നായിരുന്നു മത്സ്യബന്ധനത്തിന് വിലക്കുണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പിൻവലിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരുന്ന അലർട്ടുകളെല്ലാം തന്നെ പിൻവലിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ ദുർബലമാകാനുള്ള സാധ്യത ആണ് ഉള്ളത് എന്നുള്ള കാര്യം തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്.